തിരുവനന്തപുരത്ത് മെഡിക്കൽ വിദ്യാഭ്യാസ ഡയറക്ടറുടെ ഓഫീസിന് മുന്നിൽ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ICU പീഡന കേസിലെ പരാതിക്കാരിയുടെ പ്രതിഷേധം. വകുപ്പുതല അന്വേഷണ റിപ്പോർട്ടിന്റെ പകർപ്പ് ആവശ്യപ്പെട്ടാണ് സമരം. മന്ത്രി പറഞ്ഞിട്ടും അന്വേഷണ റിപ്പോർട്ട് നൽകാൻ അധികൃതർ തയ്യാറാകുന്നില്ലെന്ന് അതിജീവിത ആരോപിച്ചു. MG പ്രതീഷ് വിവരങ്ങളുമായി. പ്രതീഷ്, സമരം തുടരുകയാണോ അതിജീവിത? നിലവിൽ സർക്കാരിന്റെ ഭാഗത്തുനിന്നൊരു ഇടപെടൽ ഉണ്ടായിട്ടുണ്ടോ? അനുജ, പ്രധാനമായും നേരത്തെ ഈ പീഡന കേസുമായി ബന്ധപ്പെട്ട മെഡിക്കൽ വിദ്യാഭ്യാസ ഡയറക്ടർ അന്വേഷണത്തിന് ഉത്തരവിട്ടിരുന്നു. 3 സമിതികളെ ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണം നടത്താനും റിപ്പോർട്ട് സമർപ്പിക്കാനും നിർദ്ദേശം നൽകിയിരുന്നു. ഇതിൽ ഒരു റിപ്പോർട്ട് അതിജീവിതയ്ക്ക് നേരത്തെ കൈമാറിയിരുന്നു. പക്ഷേ മറ്റ് റിപ്പോർട്ടുകൾ ആവശ്യപ്പെട്ട ആരോഗ്യമന്ത്രിയെ അടക്കം അതിജീവിത സമീപിച്ചിരുന്നു. ആരോഗ്യമന്ത്രി റിപ്പോർട്ട് അതിജീവിതയ്ക്ക് കൈമാറണമെന്നും നിർദ്ദേശം നൽകിയിരുന്നു. പക്ഷേ മന്ത്രി നിർദ്ദേശം നൽകിയിട്ടും DME മെഡിക്കൽ വിദ്യാഭ്യാസ ഡയറക്ടറിൽ നിന്ന് ഈ റിപ്പോർട്ട് ലഭിക്കുന്നില്ല എന്നതാണ് അതിജീവിതയുടെ പരാതി. ഇത് ആവശ്യപ്പെട്ടാണ് ഇന്ന് DME ഓഫീസിൽ എത്തിയത്. ഇന്ന് ഓഫീസിൽ എത്തിയിട്ടും ഈ റിപ്പോർട്ട് കൈമാറിയില്ല എന്നതാണ് അതിജീവിത പറയുന്നത്. ഈ റിപ്പോർട്ടിൽ പ്രധാനമായും പ്രതികളെ സംരക്ഷിക്കുന്ന ഒരു റിപ്പോർട്ടാണ് എന്നതാണ് അതിജീവിത ഉന്നയിക്കുന്ന ആരോപണങ്ങൾ. അതുകൊണ്ട് തന്നെ ഈ അന്വേഷണ റിപ്പോർട്ട് ലഭിക്കണമെന്നും ഈ അന്വേഷണ റിപ്പോർട്ടിലെ കണ്ടെത്തലുകൾ എന്താണ് എന്ന് മനസ്സിലാക്കണമെന്നതുമാണ് പ്രധാനപ്പെട്ട ഒരു ആവശ്യം. ഈ റിപ്പോർട്ട് കൈമാറാത്തതിലാണ് അതിജീവിത ഒരു പ്രതിഷേധവുമായി തന്നെ DME ഓഫീസിൽ തുടരാനുള്ള ഒരു സാഹചര്യം ഉണ്ടായിട്ടുള്ളത്. ഈ പ്രതികളെ അടക്കം ഒരു സംരക്ഷിക്കുന്ന നിലപാട് നേരത്തെയും അധികൃതരുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിരുന്നു. ഇതിനെതിരെ വലിയ തരത്തിൽ പ്രതിഷേധം അതിജീവിതയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിരുന്നു. അതിജീവിതയെ സംരക്ഷിച്ചിരുന്ന ജീവനക്കാരെ അടക്കം അവിടെ നിന്ന് ഈ പ്രതികാര നടപടിയുടെ ഭാഗമായി സ്ഥലം മാറ്റി എന്നുള്ള ആരോപണങ്ങൾ അടക്കം ഉയർന്ന പശ്ചാത്തലത്തിൽ കൂടിയാണ് ഇപ്പോൾ അന്വേഷണ റിപ്പോർട്ട് ആവശ്യപ്പെട്ട് DME ഓഫീസിൽ അതിജീവിത എത്തിയിരിക്കുന്നത്. അനുജ. ശരി, MG പ്രതീഷാണ് വിവരങ്ങൾ നൽകിയത്.